നിക്കടാ അവിടെ. വേണ്ട, ഇപ്പൊ ഇനി വഴക്ക് പറയണ്ട. മിണ്ടിപ്പോരുത്. തറവാടിന്റെ മാനവും കളഞ്ഞു വന്ന് നിൽക്കുന്നു കൂസലില്ലാതെ അവൻ. എടാ, ഞാൻ നിന്നെ പണം മുടക്കി പഠിപ്പിച്ചത് തോറ്റ് തൊപ്പിയിട്ട് വരാനല്ല. നീ കാരണം നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യാണ്ടായി. എന്നാ അച്ഛനി കുറച്ചു ദിവസം പുറത്തിറങ്ങണ്ട. എടാ, തോറ്റതും പോരാഞ്ഞിട്ട് എന്തിനാ വെറുതെ ബഹളം ഉണ്ടാക്കുന്നത്? അച്ഛനടുത്ത് MBBS ഒക്കെ തന്നെ എനിക്കും കിട്ടും. ഇറങ്ങിപ്പോടാ. ഇനി എന്റെ കൺമുമ്പിൽ വന്നാൽ അടിച്ചതില്ല ഞാൻ. എന്താ ഈ കാണിക്കണേ? ആടി വാങ്ങാൻ നിക്കണ്ട, അകത്തേക്ക് പോടാ. വേണ്ട, പുകഞ്ഞ കൊള്ളി പുറത്ത്. ഇനി ഇവന് വേണ്ടി ബാധിക്കാൻ ഇവിടെ ആരും വരണ്ട. ഇറങ്ങടാ പുറത്ത്. മാധവ, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ? വേണ്ട, എനിക്ക് വേണ്ടി ആരും വാദിക്കണ്ട. ഇഷ്ടമല്ലാഞ്ഞിട്ടും വായി തോന്നിയൊക്കെ പഠിച്ച് പരീക്ഷയ്ക്കിരുന്ന് എന്നെ പറഞ്ഞാൽ മതി. ജയിക്കാൻ എന്റെ തെറ്റാണോ? ഞാൻ പോവാ. പോവലടാ മോനെ. ആർക്കും വേണ്ടെങ്കിൽ വേണ്ട. മുത്തശ്ശി, ഞാൻ പോട്ടെ. നമ്മുടെ മോൻ ഒന്ന് തിരിച്ചു വിളിക്കുന്നേ. വിളിക്കും മാധവ. വിളിക്കില്ല. ആർക്കെങ്കിലും അത്ര വിഷമമാണെങ്കിൽ ഇറങ്ങാം. അപ്പം പ്രസിഡന്റ്, 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 പ്രസിഡന്റ്. എന്താടാ മേലേക്കാവിലെ അമ്മ വിശ്വരൂപം കാണിച്ചോ? ഇതല്ല, അടിച്ചു പുറത്താക്കി. ആര്, നിന്നെയോ? നന്നായി. അല്ലെങ്കിൽ നിന്റെ വെടി എപ്പോഴും സ്ഥാനത്താ. അമ്പലം അങ്ങോട്ട് ശുദ്ധിയായി. എന്നല്ല പ്രസിഡന്റ്, നന്ദുമോനെ ടൂറ് കഴിഞ്ഞ് വന്നത് ഒറ്റയടി കിടക്കട പുറത്ത് കൊന്നു കുഴിച്ചു മൂടിഞ്ഞ എന്നും പറഞ്ഞ്. അപ്പൊ പുരോഗമനം ഉണ്ടല്ലോ. പതിവിലും ഗംഭീരം. തേങ്ങാക്കൊല്ല. ഇത് ശരിക്കും പുറത്താക്കല. നന്ദുമോ കരഞ്ഞിട്ടാ പോയത്. ഓ, അങ്ങനെ. നീ ഒന്ന് മിണ്ടായിരിക്കട്ടെ ഒരു പൊക്കുറ്റി. ഇത് എത്രാമത്തെ വട്ടായത്? 10ാം തരത്തില് മാർക്ക് കുറഞ്ഞപ്പോ, +2-വിന് സീറ്റ് കിട്ടാതിരുന്നപ്പോ, പിന്നെ ആ മനക്കിലെ പെണ്ണിന് പ്രേമലേഖനം കൊടുത്തത് പിടിച്ചപ്പോ, അങ്ങനെ എത്ര തവണ അത് കുടിയിറക്കും പടിയേറ്റു. ഇറങ്ങിപ്പോക്കുകളുടെ വികാരസാന്ദ്രമായ മെഗാ സീരിയൽ. ഓ, മടുത്തു. ഉറങ്ങാൻ നോക്കിപ്പോയി. ഇതങ്ങനെ അല്ല പ്രസിഡന്റ്. എന്തൊക്കെ സംഭവിച്ചാലും തറവാട്ടിലേക്ക് ഇനി ഡീസന്റ് ആക്കില്ലെന്നാ മാധവേട്ടൻ പറഞ്ഞത്. നന്ദുവിന്റെ കാര്യം പോക്ക. പ്രസിഡന്റ് എന്നെ മുന്നിട്ടിറങ്ങി ഇതിനൊരു നീക്കുപോക്കുണ്ടാക്കണം. നിങ്ങളല്ലാതെ ആരാ ഇതൊക്കെ ഒന്ന് ഡീസന്റ് ആക്കാനുള്ളത്? ആ, നോക്കട്ടെ. പ്രശ്നം ഒരു ജീവൻ മരണ പോരാട്ടാണ്. പറഞ്ഞു കയറ്റി ടൂറിന് വിട്ട ഈ നാക്ക് തന്നെ വളച്ച് പറയണേ. ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ചു നോക്കാം. കോംപ്രമൈസിന് ആരും കാണാനില്ലല്ലോ. സമയം 11 ഇനി ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഇത്രയും ലേറ്റായ സ്ഥിതിക്ക് തിരിച്ചു വിളിക്കാൻ ഇനി ആരും വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. നന്ദു, ഒന്നുറപ്പാ, ഇപ്രാവശ്യം നിന്റെ പേര് വെട്ടി. ഇനിയും വൈകിയാൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലും പേര് വെട്ടിയേക്കും. അതിനു മുമ്പ് സ്ഥലം വിട്ടോ. അപ്പൊ നീ? ഞാനിന്ന് ഇവിടെ കിടന്നോളാം. വേറെ വഴിയില്ലല്ലോ. അച്ചുമാവനെങ്കിലും വരേണ്ടതല്ലേ? എന്ത് പറ്റി? അതിനു മൂപ്പിലാം മുങ്ങിയിരിക്കുകയല്ലേ. ആ, ദാ പ്രസിഡന്റ്. എന്റെ പൊന്നു നന്ദു, ഇനി ഒരു വട്ടം കൂടി നിനക്ക് വേണ്ടി ബാധിക്കാൻ മുല്ലശ്ശേരി തറവാട്ടിലേക്ക് ചെല്ലേണ്ട ഇട വരുത്തരുത്. ഇന്നത്തെ പോക്ക് ഒടുക്കത്തെ പോക്കായാലും മോനെ. എന്നെ കൊണ്ട് ഏത്തടിപ്പിച്ചില്ല, അത് മാത്രമേ ഉള്ളൂ. ഒരു ഒത്തുതീർപ്പിലെത്താൻ പല്ല് നഖം ഉപയോഗിച്ച് പൊരുതണ്ടി വന്നിടോ. ഇനി എന്തെങ്കിലും കുരുത്തക്കേട് നീ ഒപ്പിച്ചാ നാട് വിടാ. നീയല്ല ഞാൻ. ഇനി പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. പ്രാസൊപ്പിച്ച് പറഞ്ഞാ പോരാ, ഉറപ്പാവണം. ഉറപ്പ്. എന്നാ ഇനി സമയം കളയണ്ട, വിട്ടോ വീട്ടിലേക്ക്. ഇനി എങ്ങാനും ഇറക്കി വിട്ട എന്നെ വക്കാലത്തിന് കിട്ടില്ലേ? ചൊട്ടയിലെ ശീലം ചുടല വരെയല്ല. ഇവൻ ഇങ്ങനെ പോയാൽ എന്താ കണ്ടിരിക്കണേ? വെറുതെ ഓരോന്ന് ആലോചിച്ച് ആദ്യം കൂട്ടണ്ട. ഒക്കെ നേരെയാവുന്നേ. അവനിപ്പൊ സമയദോഷ. ഇനി അവൻ എന്താ താല്പര്യം വെച്ചാ അത് ചെയ്തോട്ടേന്ന് വെക്കുക. ഞാനൊരു നല്ല അച്ഛനല്ല എന്നുണ്ടോ? ഒന്നേ ഉള്ളൂ എന്നുള്ള ആദ്യം കൊണ്ടായിരിക്കും ഞാനിങ്ങനെ. നന്ദുമോനെ വിഷമായി കാണുമല്ലേ? ഏയ്, അവനറിയാം നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന്. ഹലോ, മേനോനാ? രാഘവനോ? എടാ, എത്ര കാലമായടാ അതിന്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട്. കൽക്കട്ടയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഓഹോ, അതിലെന്താടാ, ധൈര്യമായിട്ട് പോയി വാ. സന്തോഷമേ ഉള്ളൂ. ആ, വിട്ടോ, ഇങ്ങോട്ട് വിട്ടോ. ആ, 1 മാസമല്ല 2 മാസമല്ല, എത്ര നാളേക്ക് വേണമെങ്കിലും വിട്ടോ. ആ, ഹലോ. ആ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഓക്കെ. ആരാ ഈ നേരത്ത്? രാഘവനാ.
എന്താ വിളിച്ചു നോക്കണേ, നമ്മുടെ തെക്കേപ്പറമ്പിലെ രാഘവൻ. അവന് നല്ല കാലമാ, വേൾഡ് ടൂറിന് പോവുക. എന്താ വിശേഷിച്ച്? വിശേഷമൊക്കെ ഉണ്ട്, പറയാം. ഫാന്റാസ്റ്റിക് ദാ, റിയലി ഫാന്റാസ്റ്റിക്. ഓ ഫണ്ടാസ്റ്റിക്. ഇതൊരുമാതിരി എലാസ്റ്റിക് പോലെ. ഈ ഒരു എരുമ രാഗം ഉള്ളോ നിന്റെ കയ്യിൽ? ശരിയാ, വേറൊരു പീസ് ട്രൈ ചെയ്യടാ. കുറച്ചും കൂടി റൊമാൻറ്റിക്. ആ ഓക്കേ. ഏത് രാഹുകാലത്താണ് ആ പിടിപ്പ് കെട്ടവനെ എനിക്ക് വിടാൻ തോന്നിയത്? പേടിക്കാനൊന്നുമില്ലെന്നേ, ചിലപ്പോ ട്രെയിൻ ലേറ്റ് ആയിട്ടുണ്ടാവും. എടേ, നീ നോക്കിക്കോ, മാവേലെറിഞ്ഞ വടി പോലെ കയ്യും വീശി അവൻ തിരിച്ചു വരും. ഇങ്ങനെ ഒരുത്തമൊന്ന് കൂടിയല്ലോ ഇവിടെ. സ്ഥലം നിഷ്ഠയില്ലാണ്ട് ആ കുട്ടി വരയുവാവോ? അല്ല, ഇനിയിപ്പൊ നിനക്ക് തെറ്റ് പറ്റിയിട്ടില്ലല്ലോ. ഇന്ന് തന്നെ വരുമെന്നല്ലേ രാഘവൻ വിളിച്ച് പറഞ്ഞത്? പിന്നല്ലാതെ എനിക്ക് തെറ്റിട്ടൊന്നുമില്ല. ഇറങ്ങൂട്ടി. വൈകിയപ്പോ പേടിച്ചു പോയി. എന്തായാലും എത്തിയല്ലോ. ഞങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ. എന്റെ മനസ്സിൽ ഇത്ര നാളും നീ ഒരു കൊച്ചു കുട്ടിയായിരുന്നു. മോള് സുന്ദരി കുട്ടിയാട്ടോ. മോടെ അച്ഛനും ഞാനെന്താ ഇത്ര ആയിരിക്കുമ്പോഴേ കൂട്ടാ. അവനെന്റെ കൂടപ്പറപ്പല്ലാതെ മാത്രം. അതിനും വലുതല്ലേ ആത്മബന്ധം. ഭാനുമതിയുടെ മുറിച്ച മുറി തന്നെ. മോളെ എന്താ വിളിക്കണേ? മീര. രാഘവനെ പോലെ ഒരു അച്ഛനെ കിട്ടാൻ സുഹൃതം ചെയ്യണം കുട്ടി. അവൻ നിനക്ക് വേണ്ടി മാത്രമാ ജീവിക്കണേ. ഇത് സ്വന്തം വീടാണെന്ന് കരുതിയല്ല. വൈകാൻ പിന്നെ വേറെ കാരണമുണ്ട്. എന്താടാ? അത് കുട്ടിയുടെ പഴയ വീടൊന്ന് കാണുമെന്ന് പറഞ്ഞു. ഭാനുവിന്റെ അസ്ഥിത്തറയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാ വന്നത്. നന്നായി, സുഹൃതം തന്നെ. ലക്ഷ്മി, യാത്രാക്ഷീണം കാണും, കുളിച്ചെന്തെങ്കിലും കഴിക്കട്ടെ. ആ എന്താടാ നിനക്കിതെന്താ പറ്റിയേ? മറക്കാൻ പറ്റണില്ല മോനെ. ഒഴുകി വീണ തലമുടി, സ്വപ്നം വിടരുന്ന കണ്ണുകൾ, മധുരം നൊമ്പര കാറ്റുപോലെ അവൾ ഒഴുകി വരുന്നു. രവിവർമ്മ ചിത്രം പോലെ, രതിദേവത ശില്പം പോലെ. എന്തോ സംശയമില്ലടാ, ഇത് യക്ഷിബാധ തന്നെ. അല്ലാതെ പോടാ. അല്ലേ പിന്നെ നട്ടുച്ചയ്ക്ക് ആളില്ലാത്ത വീട്ടില് ഒരു അടിപൊളി പീസിനെ കണ്ടു എന്ന് പറഞ്ഞ. പക്ഷെ അവള് കാറി കയറി പോയെന്നല്ലേ അവൻ പറഞ്ഞു. മില്ലേനിയ യക്ഷികൾ ഇപ്പൊ കാറും സെൽഫോണൊക്കെ ഉപയോഗിക്കാനുണ്ട്. സ്വബോധം കൈവിട്ട് പോയോന്നൊരു സംശയം. ഇതെന്താമ്മേ രണ്ടാൾക്ക്? ഓ, ഇവിടെ ഓരോരുത്തർക്ക് ഓരോ നേരാ. മോളും മുത്തശ്ശിയും കഴിക്കേ. നോ നോ, ഒരേ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നവര് ഒന്നിച്ചിരുന്നുണ്ണണം. എന്റെ അച്ഛൻ പഠിപ്പിച്ച പാടാ. ആ, അച്ഛൻ എത്തിയല്ലോ. ഇരിക്കച്ചാ. ഇല്ല മോളെ, ഞാൻ പിന്നെയാ പതിവ്. അത് പറഞ്ഞ പറ്റില്ലാലോ. ഇരിക്ക്. വേണ്ട മോളെ. ഇരിക്കന്നേ. തങ്കമണി, ഇതാ വരുന്നു. അച്ഛൻ എന്റെ വക ഒരു സർപ്രൈസ് ഉണ്ട്. വെയിറ്റ് ആൻഡ് സീ. ആ, അച്ഛൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. മീര സ്പെഷ്യൽ. നന്ദുമോനും അച്ഛനും എടുത്തു വെച്ചോ ലക്ഷ്മിയെ? പൂവമ്മേ. പറഞ്ഞ പോലെ ഈ നന്ദുമോനെ ഇതുവരെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. എപ്പോഴാ അദ്ദേഹത്തിന്റെ ലാൻഡിങ്? ഈശ്വരന് പോലും നിശ്ചയമില്ല. മനുഷ്യന്മാരുടെ ടൈം ടേബിൾ അല്ല അദ്ദേഹത്തിന്. കഴിക്കച്ചാ. കുട്ടിക്ക് ഭാനുവിന്റെ കൈപ്പുണ്യം അപ്പാടെ കിട്ടിയിട്ടുണ്ട്. നന്നായിരിക്കണം. ആ ഉഗ്രൻ, അത്യുഗ്രൻ, അസലായിരിക്കുന്നു. ഇപ്പോഴോ? അത് മേന്നെ എന്നെ ഇങ്ങോട്ട് ദത്തെടുക്കണ്ടോ? മോളിരിക്കും. ഒരു മിനിറ്റ്. ഹായ് ഗൗതം. യാ, ഞാൻ ഉച്ചയ്ക്ക് മുമ്പെത്തി. പിന്നില്ലേ? ഓ, വെരി നൈസ് പ്ലേസ്. ആ, അച്ഛൻ വിളിച്ചിരുന്നു. അത് പിന്നെ ചോദിക്കണോ?
ഐ എം വെരി ഹാപ്പി ഹിയർ. നാളെ വിളിക്കോ? ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താ ദേവികമ്മയെ, സുഖം തന്നെയല്ലേ? അതെ, ഇതേതായി പുതിയ കക്ഷി മനസ്സിലായില്ല? നിന്റെ മോളാ. ഓ, അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. മേലേക്കാവിലെ സർവാണിയല്ലേ താൻ? ഒന്ന് ആലോചിച്ചങ്ങ് പറയാ കേക്കട്ടെ. നമ്മുടെ മരിച്ചുപോയ ഭാനുവിന്റെ മുഖച്ഛായ. പക്ഷേ അതേടോ, ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റില്ല. ഊഹ ശരി തന്നെയാ. രാഘവൻ നമ്പ്യാരുടെ മോളാ മീര, കൽക്കത്തന്ന് വന്നതാ. ആ മോളെ, ഇത് കരയോഗം തൊട്ട് പഞ്ചായത്ത് അടക്കം എല്ലാറ്റിന്റെയും പ്രസിഡന്റാ DK മേനോൻ. നമസ്കാരം പ്രസിഡന്റ്. നമസ്കാരം. അച്ഛൻ വന്നില്ലേ മോളെ? ഇല്ല അങ്കിൾ, ടൂറിലാ. ഒരു മാസത്തെ ഗൾഫ് ടൂർ. കോഴ്സ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോ നാട് കാണാൻ വിട്ടത് അച്ഛൻ. ഷോർട്ട് വിസിറ്റ്. എന്തിനാ ഷോർട്ടാക്കണേ? വേരോടിയ സ്വന്തം മണ്ണല്ലേ, ഇനി ഇവിടെ തന്നെയാണ് കൂടുക. എന്താ എന്താ ദേവികമ്മേ? ചായ അത് അവിടെ എങ്ങാനും വെച്ച് ഒരു പണി ചെയ്തുകൊണ്ടിരിക്കണ കണ്ടില്ലേ? ഇങ്ങനെ ദിവസവും വേണോ ഈ വഴിപാട്? വല്ല ഇരുമ്പ് വിലക്ക് ഇത് ആർക്കെങ്കിലും വിറ്റൂടെ? ഇക്കാലത്ത് ഇമാതിരി പഴഞ്ച വണ്ടി പോകാൻ തന്നെ നാണാ. കൊല്ലം എത്രയായി ഇതിനെ ചുമക്കാൻ തുടങ്ങിയിട്ട്? അപ്പൊ നിന്നെ ചുമക്കാൻ തുടങ്ങിട്ടോ? ലക്ഷ്മി, ഓൾഡ് ഈസ് ഗോൾഡ് എന്നാ മീരമോള് പറഞ്ഞത്. പ്രായവും പഴക്കവും ഒക്കെ എല്ലാത്തിനും ഉള്ളതാടി. ഒരു കാലത്ത് ഈ വീടിന്റെ മുറ്റത്ത് ഇതൊരു അലങ്കാരമായിരുന്നു. കണ്ടില്ലേ ഇവന്റെ ഒരു പ്രൗഢി? രാജകലയാ. എനിക്ക് കേക്കണ്ട രാജകലയുടെ മഹത്വം ഒന്നും. നാട്ടുകാര് പറയണതേ ആംബുലൻസ് എന്നാ. അതെ, വിവരദോഷികൾ അങ്ങനെ പലതും പറയും. ഗുഡ് മോർണിംഗ്. എന്താ രാവിലെ ദമ്പതിമാരൊരു കുടുംബയോഗം? ഒന്നും പറയണ്ട എന്റെ മോളെ, ഈ പറക്കൻ തളികയുടെ മാഹാത്മ്യം വിളമ്പുമായിരുന്നു ഇവിടെ ഒരാള്. അതേടി, പറക്കം തളിക തന്നെയാ. നന്ദുവും ചങ്ങാതിമാരും ഇട്ടിരിക്കുന്ന പേരെ മുല്ലശ്ശേരി ആംബുലൻസ് എന്നാ. എന്നാലും ഇത് ഉപേക്ഷിക്കില്ല. പിശുക്കനല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? സാരില്ല അച്ഛാ, സത്യം പറയാലോ, ഇതിന് ചേരുന്നത് ആംബുലൻസ് തന്നെയാ. അല്ലമ്മേ, ഞാൻ കേട്ടിടത്തോളം നമ്മുടെ വീട്ടിൽ ഒരാൾ കൂടി ഉണ്ടല്ലോ, ഈ മുല്ലശ്ശേരി തറവാട്ടിൽ അടുത്ത കിരീടാവകാശി. കഥാനായകൻ എവിടെ? സ്ഥലത്തില്ലേ? ആ തമ്പുരാനെ പറ്റി ഒന്നും പറയണ്ട മോളെ. രാവിലെ നേരത്തെ എഴുന്നേക്കും 12 മണിക്ക്. പിന്നെ ഒരു പോക്കാ. രാത്രിയിൽ എപ്പോഴോ വന്ന് കിടന്നുറങ്ങും. എന്റെ മകൻ വളരെ ബിസിയാ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകാരമില്ലാത്തവൻ. സംഗീത ലോകത്താ ജീവിതം. അവൻ എണീറ്റിട്ടുണ്ടാവില്ല. ആഹാ, അത്രയ്ക്ക് സ്മാർട്ടാ? എങ്കി ഒന്ന് കണ്ടിട്ട് എന്റെ കാര്യം. കുറുമ്പന്മാരെ ചട്ടം പഠിപ്പിക്കാൻ നല്ല രസാന്ന് അച്ഛൻ പറയാറ്. ഞാനൊരു കൈ നോക്കട്ടെ. നാശം, നേരം വെളുത്തില്ല, അതിനു മുമ്പേ തുടങ്ങി. ഓ, മനുഷ്യന് ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ. എന്താ അവിടെ ഒരു ബഹളം? എന്താ ഇവനെന്നെ പിടിച്ച് തള്ളിയിട്ട് കുരുത്തം കേട്ടാലേ? എന്താ നീ കാണിച്ചേ? അമ്മ, ഞാൻ ആ കഥ മിണ്ടരുത്. ഇതാരാന്ന് വിചാരിച്ച നീ? ഞാൻ പറഞ്ഞമ്മേ, നമ്പ്യാരുടെ മോള മീരാന്നാ പേര്, കൽക്കത്തന്ന് ഇന്നലെ എത്തി, നിന്നെ പരിചയപ്പെടാൻ വന്നതാന്നൊക്കെ. അപ്പൊ പറയാ, നമ്പ്യാരായാലും കപ്പിയാരായാലും എനിക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് തള്ളിയിട്ട് ഞാൻ പതുക്കോന്ന് ഒറ്റ വീഴ്ച. പിന്നെ വീണ്ടും തള്ളിയിട്ടു. ആകെ 2 വട്ടം തള്ളിയിട്ടു. എന്റെ കൈ നല്ല വേദനയുണ്ട്. സാരില്ല, അമ്മ തൈലം പുരട്ടി തടയി തരാട്ടോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ താഴോട്ട് ഇറങ്ങി വാ. അയ്യോ, അതിന് ഞാനൊന്നും. ഇവള് നുണ പറയാ. മനസ്സിലായി, കുരുത്തം കേട്ടവൻ. മോള് വാ.
കഷ്ടായി പോയി. ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, തള്ളിയിടാനും പറ്റും. സാരില്ലമ്മ, ഇപ്പൊ കുറവുണ്ട്. അതാ ഈ കൊട്ടൻ ചുക്കാതിയുടെ ഒരു ഗുണം. ഇനി ഒരാവി കൂടി അങ്ങോട്ട് പിടിച്ച വേദനയൊക്കെ പമ്പ കിടക്കും മോളെ. എന്നാൽ ഇത്ര കുറുമ്പ് പാടില്ല. എന്റെ മുത്തശ്ശി അവൻ ചോദിക്കുക, രാഘവൻ നമ്പ്യാരുടെ മോൾക്ക് ഇവിടെ എന്താ കാര്യം, വല്ല ഹോട്ടലിലും പോയി താമസിച്ചൂടെന്നൊക്കെ. ആഹാ, അവൻ അങ്ങനെ ചോദിച്ചോ? അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട മുത്തശ്ശി. ചെറിയ പയ്യനല്ലേ, അറിയാഞ്ഞിട്ടാവും. അത്ര ചെറുതൊന്നുമല്ല. മോളെ ഭാനു പ്രസവിക്കുമ്പോ അവന് വയസ്സ് 3 കഴിഞ്ഞു. ഇപ്പോഴും പക്വത വന്നിട്ടില്ലെന്ന് വെച്ചാ. ദേ, കൂട്ടുകാരൻ അന്വേഷിച്ചു വന്നിരിക്കുന്നു. ഏത് കൂട്ടുകാരൻ? ആ മീശമളയ്ക്കത്തെ ചെക്കനില്ലേ, ബോബൻ. അല്ല, ഓ, ഇവനൊക്കെ വരാൻ കണ്ട നേരം.